നമസ്കാരം. ഒരു ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗുണഭോക്താക്കളെ ക്ലെയിമിലേക്ക് ബൾക്കായി ചേർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും ക്ലെയിം തയ്യാറാക്കുന്ന സ്ക്രീനിൽ സെലക്ട് പേയി എന്ന ലിസ്റ്റിൽ കാണിക്കുന്നതാണ്. അവിടെ നിന്നും ഗുണഭോക്താവിനെ സെലക്ട് ചെയ്ത് തുക രേഖപ്പെടുത്തി ക്ലെയിം ചെയ്യുവാൻ കഴിയുന്നതാണ്. എന്നാൽ വളരെയധികം ഗുണഭോക്താക്കളെ ഫയലിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ എക്സൽ അല്ലെങ്കിൽ CSV ഫയൽ അപ്ലോഡ് വഴി എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരുമിച്ച് തുക രേഖപ്പെടുത്താൻ കഴിയുന്നതാണ്. ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എക്സൽ അല്ലെങ്കിൽ CSV ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനായി ക്ലെയിം സ്ക്രീനിൽ പേയി ഡീറ്റെയിൽസ് അക്കോർഡിയനിൽ എക്സ്പോർട്ട് ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന ഓപ്ഷൻ വഴി സാധിക്കുന്നതാണ്. ഡൗൺലോഡായി കിട്ടുന്ന ഫയൽ ഈ രീതിയിലാണ് ഉണ്ടാവുക. ഫയലിൽ ചേർത്തിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് തുക രേഖപ്പെടുത്തുന്നതിനായി രണ്ട് തരത്തിലുള്ള എക്സൽ ഫയൽ അപ്ലോഡുണ്ട്. ആധാർ നമ്പർ ഉപയോഗിച്ചുള്ള എക്സൽ അപ്ലോഡും ബെനിഫിഷ്യറി കോഡ് ഉപയോഗിച്ചുള്ള എക്സൽ അപ്ലോഡുമാണ് ഉള്ളത്. ആധാർ ഉപയോഗിച്ചുള്ള എക്സൽ അപ്ലോഡ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി അപ്ലോഡ് ചെയ്യേണ്ട എക്സലിന്റെ സാമ്പിൾ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ആധാർ സാമ്പിൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന ഫയൽ ഈ രീതിയിലാണ് ഉണ്ടാവുക. ഇവിടെ ഹെഡർ ഒഴിവാക്കി തൊട്ട് താഴെയുള്ള സെൽ മുതൽ തുക നൽകേണ്ട ഗുണഭോക്താക്കളുടെ ആധാർ നമ്പർ, തുക ഇവ ചേർത്ത് സേവ് ചെയ്തു വയ്ക്കുക. സെലക്ട് അപ്ലോഡ് ടൈപ്പ് എന്ന ഭാഗത്ത് അപ്ലോഡ് ബേസ്ഡ് ഓൺ ആധാർ നമ്പർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്ലോഡ് യുവർ ഫയൽ എന്ന ഭാഗത്തുള്ള ചൂസ് ഫയൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തയ്യാറാക്കി വച്ചിരിക്കുന്ന എക്സൽ ഫയൽ സെലക്ട് ചെയ്യുക. അപ്ലോഡ് സക്സസ് ആയാൽ അപ്ലോഡ് ചെയ്ത ഫയലിലുള്ള എല്ലാ ഗുണഭോക്താക്കളെയും അവർക്ക് നൽകേണ്ട തുകയും താഴെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുന്ന ഫയലിൽ ആധാർ നമ്പർ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലോഡ് അനുവദിക്കുന്നതല്ല. അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എറർ മെസ്സേജായി ഡ്യൂപ്ലിക്കേറ്റുള്ള ആധാർ നമ്പറിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. അങ്ങനെ മെസ്സേജ് വരികയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റുള്ള ആധാർ നമ്പർ ഒഴിവാക്കി വീണ്ടും അപ്ലോഡ് ചെയ്യുക. തുടർന്ന് ഈ ഗുണഭോക്താക്കളെ സെലക്ട് ചെയ്ത് ക്ലെയിം സേവ് ചെയ്യാവുന്നതാണ്. ക്ലെയിം സേവ് ചെയ്ത ഫയലിൽ വീണ്ടും ബെനിഫിഷ്യറിയുടെ തുക ചേർക്കുവാനുണ്ടെങ്കിൽ വീണ്ടും എക്സൽ ഫയൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോഴും ഡ്യൂപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുന്നതാണ്. ആദ്യം ചേർത്ത ആധാർ നമ്പർ രണ്ടാമത് അപ്ലോഡ് ചെയ്യുന്ന എക്സലിൽ ഉണ്ടെങ്കിൽ അപ്ലോഡ് അനുവദിക്കുന്നതല്ല. ഇനി ബെനിഫിഷ്യറി കോഡ് ഉപയോഗിച്ചുള്ള എക്സൽ അപ്ലോഡ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി അപ്ലോഡ് ചെയ്യേണ്ട എക്സലിന്റെ സാമ്പിൾ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ബെനിഫിഷ്യറി കോഡ് സാമ്പിൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന ഫയൽ ഈ രീതിയിലാണ് ഉണ്ടാവുക. ഇവിടെ ഹെഡർ ഒഴിവാക്കി തൊട്ടു താഴെയുള്ള സെൽ മുതൽ തുക നൽകേണ്ട ഗുണഭോക്താക്കളുടെ ബെനിഫിഷ്യറി കോഡ്, തുക ഇവ ചേർത്ത് സേവ് ചെയ്തു വയ്ക്കുക. സെലക്ട് അപ്ലോഡ് ടൈപ്പ് എന്ന ഭാഗത്ത് അപ്ലോഡ് ബേസ്ഡ് ഓൺ ബെനിഫിഷ്യറി കോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്ലോഡ് യുവർ ഫയൽ എന്ന ഭാഗത്തുള്ള ചൂസ് ഫയൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തയ്യാറാക്കി വച്ചിരിക്കുന്ന എക്സൽ ഫയൽ സെലക്ട് ചെയ്യുക. അപ്ലോഡ് സക്സസ് ആയാൽ അപ്ലോഡ് ചെയ്ത ഫയലിലുള്ള എല്ലാ ഗുണഭോക്താക്കളെയും അവർക്ക് നൽകേണ്ട തുകയും താഴെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുന്ന ഫയലിൽ ബെനിഫിഷ്യറി കോഡ് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലോഡ് അനുവദിക്കുന്നതല്ല. അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എറർ മെസ്സേജായി ഡ്യൂപ്ലിക്കേറ്റുള്ള ബെനിഫിഷ്യറി കോഡിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. അങ്ങനെ മെസ്സേജ് വരികയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റുള്ള ബെനിഫിഷ്യറി കോഡ് ഒഴിവാക്കി വീണ്ടും അപ്ലോഡ് ചെയ്യുക. തുടർന്ന് ഈ ഗുണഭോക്താക്കളെ സെലക്ട് ചെയ്ത് ക്ലെയിം സേവ് ചെയ്യാവുന്നതാണ്. ക്ലെയിം സേവ് ചെയ്ത ഫയലിൽ വീണ്ടും ബെനിഫിഷ്യറിയുടെ തുക ചേർക്കുവാനുണ്ടെങ്കിൽ വീണ്ടും എക്സൽ ഫയൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോഴും ഡ്യൂപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുന്നതാണ്. ആദ്യം ചേർത്ത ബെനിഫിഷ്യറി കോഡ് രണ്ടാമത് അപ്ലോഡ് ചെയ്യുന്ന എക്സലിൽ ഉണ്ടെങ്കിൽ അപ്ലോഡ് അനുവദിക്കുന്നതല്ല. നന്ദി.